കുറേ പോയാടേ കുറച്ച് താമസിച്ചു. രാവിലത്തെ പത്രം ഉച്ചയ്ക്കാണാടേ കൊണ്ടുവരണ അനിയ അനിയ ഇത് നിലവാരമില്ലാത്ത പത്രമാണ്. ഇത് അപ്പുറത്തതാ. പത്രത്തിന് നിലവാരം ഉണ്ടായിട്ട് കാര്യമില്ല, വായിക്കണവനും കൂടെ നിലവാരം വേണ്ടേ? നോക്കിയല്ലേ നീ എടുത്തേക്കുന്നത്. വേണ്ട എടാ, നിലവാരം ഇല്ലെങ്കിൽ എന്താ അതാണ്ട കളറും പരസ്യവും പ്രിന്റിങ്ങും കണ്ട. കളറും പരസ്യം കാണാനാണ് പത്രം നോക്കുന്നത്, അറിവ് നേടാനാണ്. പരസ്യക്കാരുണ്ടെങ്കിലേ പത്രക്കാരുണ്ടാവുള്ളൂ. അവർക്ക് ജീവിക്കണമെങ്കിലേ പരസ്യം വേണം. ബില്ലിന് സമയമല്ലേ? ലില്ലിയേ, ആ പോക്കറ്റിൽ പൈസ എടുത്താടി പത്രത്തിനോടൊക്കെ. ലില്ലി നോക്കി കിടക്കുന്നടാ. നമ്മുടെ ഡേയ് നമ്മളെ പൈസ നാളെ എടുക്കാൻ ചില്ലറയില്ല. ഇല്ലട്ടാ, ഇന്ന് ഓഫീസിൽ അടയ്ക്കണം. ലേറ്റായി ഇപ്പോഴേ. എന്റെ അനിയ നാളെ ഒരു ദിവസത്തെ കാര്യമല്ലോ, നാളെ തരടേ. ചില്ലറ ഇല്ലാത്തോണ്ടാണ് പറഞ്ഞത്. പറഞ്ഞാൽ പറ്റൂല, ഇന്ന് തന്നെ അടയ്ക്കണം. ഇങ്ങനെ വാശി പിടിക്കല്ലേ? ചില്ലറ ഉണ്ട്, എത്രയാണെന്ന് വെച്ചാൽ തരാം. ബാക്കി ഞാൻ നാളെ തരാം. എന്റെ പത്രത്തിന്റെ പൈസ കേട്ടാ, നാളെ എടുക്കാം. ചേട്ടനോട് കുറച്ചോട്ടെ. അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട. ഞാൻ എന്റെ നാളെ തരാം. എടുക്കട്ടെ. ചില്ലറ മാറി ഞാൻ നന്നായി. ശരിയാ, ശരി. പത്രം വൈകിക്കല്ലേ, നേരത്തെ കൊണ്ടുവരണേ. നമുക്ക് രാവിലെ ചൂടോടെ വായിക്കാണ്, ഉച്ചയ്ക്കല്ല കൊണ്ടുവരാനുള്ള കേട്ടാ. അളിയൻ പറഞ്ഞ കറക്റ്റാടാ. ഈ പരസ്യം കൊണ്ട് മാത്രം പത്രക്കാർക്ക് പറ്റൂല. കാരണം പത്രം മേടിക്കുന്നവർ പൈസ കൊടുക്കുന്നില്ലല്ലോ. പൈസ കൃത്യമായിട്ട് കൊടുത്താലേ പത്രക്കാർക്ക് ലാഭമുള്ളൂ. ഇതിപ്പോ എല്ലാ പരസ്യം എല്ലാവർക്കും ജീവിക്കാൻ പറ്റുള്ളൂ. നീ ഒരു 240 രൂപ കൊടുത്തതിന്റെ അധികാരത്തിലല്ലേ ഈ പറയണത്, അല്ലേ? തങ്കം, ഞാൻ ഇന്നലെ ഇട്ടാ ഷർട്ടും എടുത്തോണ്ടോ? അതിനകത്ത് അടിച്ചു വെച്ചേക്ക. വലിയ വർത്താനമൊന്നും വേണ്ട. നിന്റെ പറച്ചിലേട്ടാ. ചില്ലറ നാളെ തരാന്ന് പറഞ്ഞല്ലേ നീ അവൻ്റെ അടുത്ത്? ചില്ലറ നാളെ തന്നോളാം. അത് എന്റെ വ്യക്തിപരമായ കാര്യം. ഇവിടെ എല്ലാത്തിലും അങ്ങ് ഇട. ഇടി ഈ ഷർട്ടല്ല. ഓ, ഇത് ആരെടുത്ത് പറയാം, മാറങ്ങോട്ട്. അതിനകത്ത് അങ്ങനെ അടിക്കി വെച്ച് കമ്മട്ടം വെച്ചേക്കല്ലേ അതിനകത്ത്. നമ്മളെ പൈസ ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞ. എടാ, നീ അടി ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം കൊടുക്കണാണോ പൈസ? പത്രക്കാരൻ്റെ മുമ്പ് ചമ്മണ്ടെന്ന് എഴുതി കൊടുത്ത്. പിന്നെ ഇതാണ് ഷർട്ട്. നേരത്തെ എത്തുന്ന പാൻ്റായിരുന്നു. കോടികളാണ് ഇത്. ഇത് കോടികൾ എൻ്റെ ഇരുന്നൂടെ? അവിടെ 500 നിന്റെ വലിയ വലിയ ഷോ ഒന്നും വേണ്ട. നീ പിടി അങ്ങോട്ട്. നിന്റെ കാശ് എന്നാ കൊണ്ടുപോ. എടാ, എന്റെ ചില്ലറല്ലടാ. വേണ്ട, നിന്റെ പത്രത്തിൻ്റെ കൂടെ എടുത്തു. അതുകൂടെ ഇരുന്നോട്ട്. എൻ്റെ ഭാഗം ഒരു സൗജന്യം. അക്കിത്തരവും ദാരിദ്ര്യവും എച്ചി കണക്കും പറച്ചിൽ കേട്ട് മനുഷ്യൻ അങ്ങനെ വേണം ആണുങ്ങളായ കേട്ടാ. കണക്ക് പറയാൻ മാത്രം ഉണ്ടാപ്പോയാ. ഇങ്ങോട്ട് വന്നേ, ഇത് ഞാൻ എടുക്കും. നിന്റെ ഉടപ്പുറത്ത് തന്നെ ഇടിയത്. അയ്യോ അയ്യോ.